അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് കൊടുക്കാനായിട്ട് ടേസ്റ്റി എന്നാൽ ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആക്കിയാലോ? വായോ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയുമാണ്. ഇതെല്ലാം കാണുന്ന പോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും, കാരണം വെജിറ്റബിൾസ് അത്രയല്ലേ ഉള്ളൂ, അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടത് ഗാർലിക് പേസ്റ്റാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കോൺഫ്ലോർ ചേർത്തുള്ള ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അരക്കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പാലും 3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കുറച്ച് ഉപ്പും 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഗാർലിക് പേസ്റ്റ് കിട്ടും. മുട്ട ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുട്ടയുടെ കുത്തലും കാര്യങ്ങളും ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ ഭയങ്കര പഠിത്തത്തിലാണ്. കാണുമ്പം നാളെ എക്സാം എങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് ആളെ വരേണ്ടതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കാൻ തന്നെ പിറകിൽ ചുമരിൽ കുറിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിഫറെൻറ്റ് കളറിലുള്ള പെന്ന് കൊണ്ട് അവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ വിഷമിപ്പിക്കണ്ട ബുദ്ധിമുട്ടിപ്പിക്കണ്ട വെച്ചിട്ട് ഞാൻ അവിടുന്ന് പോയി. അപ്പോഴേക്കും മൂത്ത ആൾ മദ്രസ വിട്ട് വന്നു. പിന്നെ അവളാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ചെറിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് മിക്സിങ് എളുപ്പമായിരിക്കും. പിന്നെ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് ഉള്ളിലെ കുരു കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ ഫില്ലിങ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിലോട്ട് ആവശ്യത്തിനോട് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ഞാൻ ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിൽ കോണോ അല്ലെങ്കിൽ ലെറ്റ്യൂസ്, കുക്കുംബർ, അങ്ങനെ എന്ത് വെജിറ്റബിൾസും വേണമെങ്കിലും കുട്ടികൾ കഴിക്കുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എക്സ്ട്രാ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്തുള്ളത് ചേർത്തുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിന് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ കുട്ടിക്ക് കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും സൈഡില്ലാണ്ട്. അങ്ങനെ എടുത്ത എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മുടെ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ മയോണൈസ് ഗാർലിക് പേസ്റ്റ് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എന്നാലും അധികം ഓവറാക്കാണ്ട് ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഒരുപാട് ഓയിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണല്ലോ. പിന്നെ ഓരോ സൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്പ്രെഡാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഫില്ലിങ്സ് ഇടുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുക. പിന്നെ ചിക്കൻ ആഡാക്കിയതുകൊണ്ട് തന്നെ കുട്ടിക്ക് കഴിക്കാനും കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. പിന്നെ മറ്റൊരു സ്ലൈസ് ബ്രെഡും കൂടി എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതിലും കൂടി ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോഴാണ് മോൾ പറഞ്ഞത് ചീസ് വെച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ അപ്പോഴാണ് അത് ഓർത്തത്, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ലൈസ് ചീസാണ്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം, മൊസറല്ലയോ പിന്നെ ഏതാണോ ഇഷ്ടം അതൊക്കെ എടുക്കാം. ഞാനിവിടെ സ്ലൈസ് ഉള്ളതുകൊണ്ട് അതെടുത്തതാണ്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ ബ്രെഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ ചീസ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് റെഡി ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊന്ന് മെൽട്ടായിട്ടാകുമ്പം നമ്മുടെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ടാകുമ്പം
അടുത്ത സൈഡിലോട്ടും കൂടി മറിച്ചിട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് 2 ആൾക്കാർ എത്തിയിട്ടുണ്ട്. തോന്നുന്നേ. അപ്പോൾ ഇതാ അതൊക്കെ കൊടുത്തു. ഇനി എൻ്റെ ക്ലീനിങ് പരിപാടിയും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക. ബൈ.